അടൂർ പ്രകാശും അതുപോലെ തന്നെ ആന്റോ ആന്റണി MP ഒക്കെ ആ ഒരു സംവിധാനത്തിൽ ഉണ്ണികൃഷ്ണൻ നിൽക്കുന്നതും സോണിയാഗാന്ധിയുടെ കയ്യിൽ ഉണ്ണികൃഷ്ണൻ ഒരു ചരട് കെട്ടുന്നതുമായിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇത് സംബന്ധമായി ഞങ്ങളുടെ സുഭാഷിതം ചാനൽ ഡൽഹിയിലും കേരളത്തിലും രാഷ്ട്രീയ രംഗത്തും അല്ലാത്ത രംഗത്തുമൊക്കെ കൗതുകം കൊണ്ട് ചില അന്വേഷണങ്ങൾ നടത്തി. അപ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കുഞ്ഞുനാൾ മുതൽ എനിക്കുള്ള ഒരു രസകരമായ, ഞാനൊരു CBI ഓഫീസർ ആകണമെന്ന് പല ആഗ്രഹങ്ങളുണ്ടാവും. കുഞ്ഞുങ്ങളാകുമ്പോൾ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, പിന്നെ പല ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ കൂട്ടത്തിലൊരു പൊളിറ്റീഷ്യൻ ആവണം, MLA ആവണം, മന്ത്രി ആവണം, ഇങ്ങനെ പല പല ആഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ CBI ഓഫീസർ ആകണമെന്നൊരു വെറുതെ തോന്നിയ ഒരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, മറ്റ് കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് 3-4 വേർഷൻസ് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ചർച്ചയ്ക്ക് വയ്ക്കുകയാണ്, അല്ല സോണിയാഗാന്ധിയെ പ്രതിയാക്കാനല്ല. മറ്റ് പലരെയും നമ്മൾ അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെ ഷാർപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു ഷാർപ്പ്നെസ് കുറയുന്നത് ഇപ്പോഴും തെളിയിക്കാത്ത ചില കാര്യങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ്. ഞാൻ ഇനി വിഷയത്തിലേക്ക് വരാം. സോണിയാഗാന്ധിയുമായി നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. അത് ഫേക്കാണോ ശരിയാണോ എന്ന് നമുക്കിപ്പോൾ അറിയില്ല. ബാക്കി അടൂർ പ്രകാശുമായി ബന്ധമുണ്ടെന്നും അടൂർ പ്രകാശിന് ഉണ്ണികൃഷ്ണൻ പറ്റി അറിയാമെന്നും അടൂർ പ്രകാശ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആന്റോ ആന്റണിക്ക് നിർബന്ധമായി അറിയാൻ സാധ്യത കാണും. അദ്ദേഹത്തിൻ്റെ പത്തനംതിട്ട MP ആണ്. തീർച്ചയായിട്ടും ആന്റോ ആന്റണിക്ക് ശബരിമലയായി ബന്ധപ്പെടുത്തി തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയം കാണും. അപ്പോൾ അത് രണ്ടും അങ്ങനെ നിൽക്കട്ടെ. പക്ഷേ സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തിയിട്ടുണ്ടോ? ഇതിന് ഉപോത്ബലമായി പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. ഇറ്റലിയിൽ സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഒരു ഈ പുരാവസ്തു വസ്തുക്കളൊക്കെ വിൽക്കുന്ന ഒരു സംവിധാനമുണ്ട്.